ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ജിലേബിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ജിലേബി. അപ്പോൾ ജിലേബിയിൽ മഞ്ഞ ജിലേബിയുണ്ട്, ഓറഞ്ച് ജിലേബിയുണ്ട്. അപ്പം ഞാനിവിടെ ഇന്ന് ഓറഞ്ച് ജിലേബിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കാരണം അതാകുമ്പോൾ നമുക്ക് ഒരുപാട് എളുപ്പമാണ്, ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഈ ജിലേബി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 കപ്പ് ഉഴുന്നാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ഇത് 4 മണിക്കൂർ മുൻപ് ഉഴുന്ന് വെള്ളത്തിലിട്ടായിരുന്നു. കാരണം അത്രയും നന്നായിട്ടൊന്ന് കുതിർന്ന് നമുക്ക് അരയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചതാണ്. ഇനി ഇത് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ വളരെ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനിതിപ്പോൾ ഗ്രൈൻഡറിലിട്ട് കുറേശ്ശെ സ്പൂണിൽ വെള്ളം ഒഴിച്ച് കൊടുത്താണ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ ഉഴുന്നൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇപ്പം നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇതിങ്ങനെ തന്നെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. കുറേശ്ശെ എടുത്ത് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പകരം സിപ്ലോക്ക് കവറിലിടാം. സാധാരണ ബേക്കറികളിലൊക്കെ ആണെങ്കിൽ അവർക്ക് അതിനായിട്ട് പ്രത്യേകം തുണിയുണ്ട്. ആ തുണിയിലേക്ക് ബാറ്റർ ഇട്ടിട്ടാണ് അവർ എണ്ണയിലേക്ക് ചുറ്റിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം എൻ്റെ കയ്യിൽ തുണിയൊന്നുമില്ല, പകരം പൈപ്പിംഗ് ബാഗ് ഉള്ളത് കൊണ്ട് പൈപ്പിംഗ് ബാഗിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം പൈപ്പിംഗ് ബാഗിലിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഇതിനുള്ള ഷുഗർ സിറപ്പ് കൂടി തയ്യാറാക്കി എടുക്കാം. ഷുഗർ സിറപ്പിന് ഞാനിവിടെ 2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഈ 2 കപ്പ് ഷുഗറിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് അങ്ങ് വറ്റാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അതൊരു സ്റ്റിക്കി പരുവം ആകുമ്പോഴത്തേക്ക് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇതിപ്പം കയ്യിൽ നമ്മളൊന്ന് തൊടുമ്പോഴത്തേക്ക് നൂൽപ്പരുവം ആവണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു സ്റ്റിക്കി ആകുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ആ കൂടത്തിൽ തന്നെ ഇപ്പോൾ ഇതിലേക്ക് കളറിനായിട്ട് 1 പിഞ്ച് ഓറഞ്ച് കളർ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ആ ഒരു ഓറഞ്ച് കളർ കിട്ടണമെങ്കിൽ നമ്മൾ കളർ ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച്, ചിലപ്പം പൗഡറല്ല പകരം ലിക്വിഡായിട്ടാണെന്നുണ്ടെങ്കിൽ അതൊഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ഒരുപാടങ്ങ് കളറാവാത്ത രീതിയിൽ വേണം അത് നമ്മൾ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അത് ആ കളർ വരുന്നതിൻ്റെ ആ ഒരു പാകം നോക്കിയിട്ട് 2 ഡ്രോപ്പോ അല്ലെങ്കിൽ 1 പിഞ്ചോ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയാണ്. ജിലേബി ഉണ്ടാക്കാനായിട്ടുള്ള ഓയിലൂടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചൂടായിരിക്കുന്ന ഓയിലിലേക്ക് ചുറ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുള്ളൂ. വലിയ ഹോളായി കഴിഞ്ഞാൽ പിന്നെ അത് ചാടി വരുന്നത്, ആ ബാറ്റർ വലുതായിട്ടായിരിക്കും ചാടി വരുന്നത്. അപ്പം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അറ്റം ഒരു സിസർ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ചുറ്റിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ആ ഒരു ജിലേബിയുടെ ഷേപ്പിലൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ജിലേബി. പിന്നെ യെല്ലോ ജിലേബി ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു പണിയുണ്ട്, പക്ഷേ ഇതാകുമ്പോൾ ഒന്നുകൂടി എളുപ്പമാണ് നമുക്ക്. ഇപ്പോൾ ഈ ജിലേബി കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇനി കടകളിലൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെ വീടുകളിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി. ആ 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോഴേക്കും അത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അതിനുശേഷം ആ ചൂടോട് കൂടി തന്നെ അപ്പം തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറഞ്ഞതൊരു 2-3 മിനിറ്റ് എങ്കിലും മുക്കിയിടുക. അപ്പോഴത്തേക്കും നന്നായിട്ട് ആ ഷുഗർ സിറപ്പ് അതിനകത്തേക്കൊക്കെ ഒന്ന് ഫില്ലായി പിടിച്ച് കിട്ടും. ഇനി അത് ഷുഗർ സിറപ്പിൽ നിന്നും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എടുത്ത് പുറത്തേക്ക് വെക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കുറച്ച് നനഞ്ഞിരിക്കുന്ന പോണൊക്കെ തോന്നും. അത് കാര്യമാക്കണ്ട കേട്ടോ, കാരണം ഇതൊന്ന് കുറച്ചൊന്ന് ആറി കഴിയുമ്പോഴത്തേക്കാണ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. കാരണം ആ ഷുഗർ സിറപ്പൊക്കെ അകത്തേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടണം. നന്നായി അകത്തേക്കൊക്കെ നന്നായിട്ട് ചെന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരും കുറച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ നമ്മുടെ ജിലേബിയൊക്കെ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി വരുമ്പോൾ ഓർക്കും അയ്യോ ഇതിന് ഉഴുന്നിൻ്റെ ടേസ്റ്റ് ആണല്ലോ, ഇത് കൊള്ളത്തില്ലല്ലോ എന്നൊക്കെ. പക്ഷേ ആ ഷുഗർ സിറപ്പ് അതിലേക്ക് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ജിലേബിയുടെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വീടുകളിലും ജിലേബി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.